അടുത്ത വാർത്തയിലേക്ക് പോയാൽ തിരുവനന്തപുരം കന്യാകുളങ്ങരയിൽ പ്രണയം നിരസിച്ചതിന് +2 വിദ്യാർത്ഥിനിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. പെൺകുട്ടിയെ കുത്തിവീഴ്ത്തിയ ശേഷം പ്രതി സഹദ് കാറിൽ കടന്നു കളഞ്ഞു. പരിക്കേറ്റ പെൺകുട്ടിയെ മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. അരുൺ സോളമൻ മെഡിക്കൽ കോളേജിൽ നിന്നും ചേരുന്നു. അരുൺ, ഈ കുത്തേറ്റ വ്യക്തിയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട്? റോഷ്നി, ഇന്ന് 12:45 ഈ സംഭവം നടക്കുന്നത്. കന്യാകുളങ്ങര സ്വദേശിയായിട്ടുള്ള 16-കാരിക്കാണ് 21-കാരനായിട്ടുള്ള സഹദിൽ നിന്നും കുത്തേറ്റിരിക്കുന്നത്. പ്രണയം നിരസിച്ചു എന്നുള്ള ഒരു ആരോപണത്തിലാണ് നിലവിൽ ഈ കാത്തിരുന്നുകൊണ്ടാണ് വീടിന് സമീപം കാറിലെത്തിയ യുവാവ് കാത്തിരുന്ന് ഈ പെൺകുട്ടി പുറത്തിറങ്ങുന്ന സമയമാണ് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. മുഖത്തും മുതുകിലും കഴുത്തിലും കുത്തേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ കുത്ത് ഏറ്റതിനു ശേഷം ഈ പ്രതി സഹദ് കാറിൽ തന്നെ കടന്നു കളയുകയായിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ഉടൻ തന്നെ ഈ പെൺകുട്ടിയെ ഇവിടെ എത്തിക്കുകയായിരുന്നു. അത്യാഹിത വിഭാഗത്തിൽ ട്രോമ കെയറിൽ നിലവിൽ ഒബ്സർവേഷനിലാണ് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് പ്രാഥമികമായിട്ട് ലഭിച്ചിട്ടുള്ള വിവരം. 2 മീറ്റർ ആഴത്തിലുള്ള കുത്തുകളാണ്, വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കുകളല്ല എന്നുള്ളതാണ് നിലവിൽ മെഡിക്കൽ കോളേജിലെ അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുള്ള വിവരം. പക്ഷേ ഏറെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം, ഇത് പ്രണയം നിരസിച്ചു എന്നുള്ളതിനപ്പുറം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നിലവിൽ അറിയാൻ സാധിച്ചിട്ടില്ല. പോലീസ് പ്രാഥമികമായിട്ട് പങ്കുവെക്കുന്നത് ഈ ഒരു കാര്യമാണ്. ലാൻസർ കാറിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ യുവാവ് വട്ടപ്പാറ ഈ പനവൂർ സ്വദേശിയായിട്ടുള്ള സഹദ് ഈ കന്യാകുളങ്ങര ഈ വീട്ടുവളപ്പിലെത്തിയത്. അവിടെ എത്തിയതിനു ശേഷമാണ് പെൺകുട്ടി ടെക്സ്റ്റ് ബുക്ക് വാങ്ങാനെന്ന് പറയുന്ന പേരിലാണ് ഈ കുട്ടി പുറത്തേക്ക് ഇറങ്ങിയത്. ആ സമയം ആളൊഴിഞ്ഞ പ്രദേശത്ത് കാത്തുനിന്ന ഈ സഹദ് അവിടെ വെച്ചായിരുന്നു കുത്തിപ്പരിക്കേൽപ്പിച്ചത്. ഇപ്പോൾ ഇതിനോടകം തന്നെ റോഷ്നി, വട്ടപ്പാറ പോലീസ് ഈ കേസ് അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.